ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചത്തെ ഓർഡറും കാര്യങ്ങളും പിന്നെ പോത്തും കാലം ഉണ്ടാക്കുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പെരുന്നാൾക്കത്തെ വീഡിയോ ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ലേറ്റായി. പിന്നെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പിന്നെ വീഡിയോസ് എടുക്കാനും ഒന്നും പറ്റിയില്ല. കണ്ടൻറ്റ് ഇഷ്ടം പോലെയുണ്ട്, പക്ഷേങ്കിൽ വീഡിയോസൊന്നും എടുക്കാനും പറ്റുന്നില്ല. അതിൽ എടുത്ത വീഡിയോസൊന്നും അപ്ലോഡ് ആക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പെരുന്നാൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. പെരുന്നാൾ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച മാത്രമേ ലീവ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പിറ്റേന്ന് ശനിയാഴ്ച മുതൽ തന്നെ നമ്മൾ വീണ്ടും ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച തന്നെ ഉണ്ടാക്കേണ്ട സംഭവമാണ്. പക്ഷേങ്കിൽ വെള്ളിയാഴ്ച നല്ല പനിയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പണിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് തന്നെ ഞാൻ വേഗം കൊണ്ടുപോയി കാണിച്ച്. കാരണം എന്ന് വെച്ചാൽ ശനിയാഴ്ചത്തേക്കുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഓർഡർ എടുത്താൽ എന്തായാലും കൊടുക്കണമല്ലോ. അതുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് പനിക്കൊന്ന് ശമനം വരുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. പനി നല്ലപോലെ മാറിയിട്ടുണ്ടായിട്ടില്ല. 100ന് മേലെ പനി കയറിയിട്ടുണ്ടായിന്. അത് നല്ലപോലെ മാറിയിട്ടില്ല. നല്ല ക്ഷീണമുണ്ടായിന്. പക്ഷേങ്കിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഓർഡർ കൊടുക്കാനുള്ള ഒറ്റ ചിന്ത മാത്രമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വേണ്ട ഓർഡറായിരുന്നു. പക്ഷേങ്കിൽ അത് നല്ലോണം ലേറ്റായിട്ടാണ് അവർക്ക് കൊണ്ടു കൊടുത്തതൊക്കെ. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവർ വിളിച്ചിട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് പിന്നെ പണിക്ക് ഇറങ്ങിയിട്ടാകുമ്പം പിന്നെ പനീൻ്റെ കാര്യം തന്നെ ഞാൻ മറന്നുപോയി. അല്ലെങ്കിലും നമ്മൾ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് തിരയുമ്പോഴാണ് രോഗം കൂടി വരല്. ഞാൻ നല്ല പോലെ രാവിലെ മുതൽ പണിയെടുത്തോണ്ടാന്ന് തോന്നും. എന്തായാലും എനിക്ക് ഉഷാറായിട്ട് പണിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എൻ്റെ രോഗമൊന്നും ഞാൻ മൈൻഡാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കേക്കിന് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കാജിയാണ് ഉണ്ടാക്കിയെടുത്തത്. കാജിയും കേക്കും ചുട്ടിട്ട് പിന്നെ പരിപ്പ് ബിരിയാണി ഉണ്ടായിന്, സാദാ ബിരിയാണി ഉണ്ടായിന്, പിന്നെ കായടിയും ചിക്കൻ റോളും ഒക്കെ ഉണ്ടായിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ റോളും കായടിയും അനിയത്തി ഉണ്ടാക്കി. ബാക്കിയൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും വേഗം കാജയൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ കേക്കും ഉണ്ടാക്കിയെടുത്ത്. അതിന് ശേഷമാണ് ഞാൻ പിരിയഡിൻ്റെ ഉണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ എന്താ വെച്ചാൽ ഇത് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞതല്ലേ. കാജിയും കേക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിരിയഡൊക്കെ കുറച്ചും കൂടി ഒന്ന് സമയം വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ സാധനത്തിന് വിളിച്ചാൽ പിരിയഡ് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് 4 ഐറ്റംസും അവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു നിലക്കായിരുന്നു ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഇത് അതിൽ മധുരമൊക്കെ ഇട്ടതിന് ശേഷം വേഗം അതൊരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബീഫ് പോത്തിനറുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഓഹരിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും അതിൻ്റെ ഇടയിൽ തന്നെ അതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിള്ളേരൊക്കെ അത് വെച്ചിട്ട്. പിന്നെ ഞാൻ അതൊക്കെ ഒരു ഭാഗത്താക്കിയതിന് ശേഷം ഇതാ പിന്നെ പിരിയഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ്. പക്ഷേങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഓളാടുന്ന് ഇരുന്നിട്ട് കായട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പിരിയഡിയും ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രത്യേക ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാ ഐറ്റംസിനും റേറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായി നമ്മൾ തുടങ്ങിയത് മുതൽ തന്നെ നമ്മൾ ഇതേ സെയിം റേറ്റിന് തന്നെയാണ് ഇത്രയും നാളും സാധനങ്ങളൊക്കെ കൊടുത്തത്. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ആ ഒരു ടൈമില്ലേ, ആ ടൈമിലൊക്കെ ഫുള്ള് തിരക്കിലായിരുന്നു. ഒരു ദിവസം ഇല്ലാണ്ട് ഓർഡർ ഉണ്ടായിന്. ഡെയിലി പോയി സാധനമൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. പക്ഷേ എത്ര പണിയെടുത്തിട്ടും ഞങ്ങളെ കയ്യിൽ ഒരു കാശും ഉണ്ടായിട്ടില്ല. നമ്മൾ പണിയെടുക്കും, സാധനം വാങ്ങും, അതിന് മാത്രമേ കാശുണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ വാങ്ങുന്ന റേറ്റിന് പീടികയിൽ പോയാൽ സാധനത്തിന് നല്ല വില കൂടിയിട്ടുണ്ട്. സാധനത്തിൻ്റെ വില അത്യധികം കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കൂട്ടാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. അന്നേ നമ്മൾ സാധനം കൊടുക്കുമ്പം തന്നെ എല്ലാവരും ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് നമ്മളെ പോലെ സെയിൽ ചെയ്യുന്നവരൊക്കെ ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റേറ്റിന് മുതലാവുന്നത്, നിങ്ങൾക്ക് വല്ലതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം. നമ്മൾ അധിക ലാഭമൊന്നും എടുക്കാണ്ട് ഞാൻ ഇതുവരെ സെയിൽ ചെയ്തത്. പക്ഷേങ്കിൽ ഇനി മുതലങ്ങോട്ട് ആ റേറ്റിന് കൊടുത്താൽ നമുക്ക് സാധനം വാങ്ങേണ്ട കാശ് മാത്രമേ അതിൽ നിന്ന് കിട്ടും. നമ്മൾ മല്ല് കെട്ടുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന അതിന് ഒരു ഇതും കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധിതമായി കൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് എല്ലാ സാധനത്തിനും റേറ്റ് കൂട്ടിയത്. അപ്പോൾ പുതുക്കിയ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഇതിട്ടേര മെനു പിന്നെ അത് ഓർഡർ കൊടുക്കാനുള്ളതൊക്കെ ഞാൻ
പാക്കാക്കിയിട്ടുണ്ട്. കായടിയും പിന്നെ ചിക്കൻ റോളൊക്കെ ബോക്സിലാക്കി കൊടുത്ത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ പിന്നെ ഒരു കവറിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതങ്ങനെ അവർക്ക് കൊണ്ടു കൊടുക്കണം. പിന്നെ അങ്ങനെ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് മോൻ്റെയും കൊടുത്തയച്ച് പിന്നെ ഇതാ അതിന് ശേഷമാണ് ഞാൻ പരിപ്പ് ബിരിയാടെ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പരിപ്പ് ബിരിയാടിയും ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞ് കൊടുക്കാനുള്ളത്. ഇത് പരിപ്പ് ബിരിയാടിയും പിന്നെ കാജിയും മാത്രമാണ് വേറൊരാൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ പരിപ്പ് ബിരിയാടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ ഞാനിതാ പോത്തുംകാല് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പോത്തുംകാല് പറഞ്ഞ് കേട്ടതല്ലാണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടോ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ എങ്ങനെ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എയിലും നോക്കിയിട്ടോ ഒന്നുമല്ല, ഞാനൊരു സുമാറൊരു ഇത് വെച്ചിട്ട് അതിനിതാ ഫസ്റ്റ് തന്നെ പോത്തുംകാലൊക്കെ വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കട്ടെ. ബാക്കി നമ്മുടെ അകത്ത് പോയിട്ട് ഇതാ ബാക്കി പാക്കാക്കി കൊടുത്തേക്കാനുണ്ട്. പിന്നെ ഇതിൽ തന്നെ കാജ ഞാൻ താത്താനോട് പറഞ്ഞിട്ട് ഓളുണ്ടാക്കിയെടുത്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനി ആയതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 4 കിലോൻ്റെ കാജൻ്റെ ഓർഡർ അത് താത്താക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ബാക്കിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ പാക്കാക്കിയിട്ട് അതും വേഗം ഒന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. പയ്യന്നൂരിലേക്ക് എത്തിക്കേണ്ടതാണ്. പിന്നെ കുഞ്ഞിമംഗലത്തുള്ള ഒരു ടീമിനെ കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പയ്യന്നൂരേക്ക് വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതും വേഗം ഞാൻ മോൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തയച്ചതിന് ശേഷം പിന്നെ ഒരു ടീം നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിന്. ഒരുപാട് സന്തോഷമായി. കറക്റ്റ് എൻ്റെ വീട് കണ്ടിട്ട് ഞാൻ അവരെ കണ്ടപ്പോൾ തന്നെ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ വീട് അറിഞ്ഞത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് നിങ്ങളെ വീഡിയോയിൽ നിങ്ങളെ വീടിൻ്റെ ഇതൊക്കെ കാണിച്ചിരുന്നുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ട് വന്നതാണ്, നിങ്ങൾ അത്രക്കും കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ അവർ കണ്ടിട്ടൊക്കെ പോയി. അൽഹംദുലില്ലാ മാഷാഅല്ലാ സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കാണാനൊക്കെ വന്നതിൽ. പക്ഷെ ഒരു സങ്കടമുണ്ട്, വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകണം. ഇനി ആരെങ്കിലും കാണാനൊക്കെ വരുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ ഞാൻ പോത്തുംകാല് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ വേവിച്ച് വെച്ച ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേ, അത് വെന്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കുക്കറിലിട്ടിട്ടാണ് അത് വേവിച്ചെടുത്തത്. ഇപ്പോൾ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ മസാലയൊക്കെ ഞാൻ വലിയ ഉരുളിയിലിട്ടിട്ടാണ് കേട്ടോ പിന്നെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉരുളിയും ഈ വീഡിയോയിൽ കാണുമ്പം അത്രക്കൊന്നും കാണുന്നില്ല, പോത്തുംകാലും ഇങ്ങനെ തോന്നുന്നില്ല, ഉരുളിയും അത്രക്കൊന്നും പോലെയില്ല. പക്ഷേ നല്ല വലിപ്പമില്ല കാലും ഉരുളിയും ഒക്കെയാണ്. അതിലിതാ നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിന് തിന്നാൻ വേണ്ടിയിട്ട് പത്തല് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് പത്തലും ചുട്ട് പിന്നെ പൊറോട്ടയും വാങ്ങാമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ നിന്ന്. അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയൊന്നും കിട്ടിയിട്ടില്ല. പൊറോട്ട ആരും കൊടുക്കുന്നില്ല ഗൈസ്. പിന്നെ ഗ്യാസിന് വില കൂടിയതുകൊണ്ടോ എന്താണെന്നറിയില്ല. പിന്നെ 30 പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളും കൊടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഷോപ്രിക്സിൽ പോയിട്ട് അവിടെ നിന്ന് പാക്കറ്റ് പൊറോട്ട വാങ്ങേണ്ട ഗതികേട് വന്ന് അങ്ങനെ ഇതാ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് പൊറോട്ടൻ്റെ പാക്കറ്റും കൊണ്ടുവന്നത്. പിന്നെ ഇതാ അതേ പാനിൽ തന്നെ പൊറോട്ടയും ചുട്ടെടുത്ത് വേഗം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടാക്കുമ്പം കുറേ ആൾ വേണ്ടേ, അപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ച് പിന്നെ ആങ്ങളമാരെയും പിന്നെ അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇതാ വേഗം പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മസാലൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ അധികം ആരും അങ്ങനെയൊന്നും ഉണ്ടാക്കൂലല്ലോ ഇത്. കാരണം വല്ലപ്പോഴും എങ്ങനെയെങ്കിലും അങ്ങനെ ആക്കുന്നല്ലാണ്ട് അതുകൊണ്ട് പിന്നെ ആർക്കും വലിയ ആവശ്യം ഉണ്ടാവില്ല എന്നില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊന്നും കാര്യമായിട്ട് ഞാൻ പറയാണ്ടുന്നത്. അങ്ങനെ ഇതാ വലിയ തളികയിൽ ഞാൻ പോത്തുംകാലൊക്കെ വിളമ്പിയിട്ട് ഇതാ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഒരു തളികയിൽ പത്തലും പൊറോട്ടയും വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എടുത്തിട്ട് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിലെ മജ്ജയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടാനുള്ള പെടാപ്പാട് വിടുന്നുണ്ട്. എല്ലാവരും കണ്ട ആങ്ങളുടെ ഒക്കെ എക്സ്പ്രഷന് അത് തിന്നിട്ട് അടിപൊളിയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പം എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഇതാ. അങ്ങനെ ആണുങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും എടുത്തു ഒരു പോത്തുംകാല്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് കുലുക്കി അതിൻ്റെ ഉള്ളിലെ മജ്ജ എടുക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെ കുലുക്കി പിന്നെ ഇതാ അതിൻ്റെ പുറത്തേത്തെ ബീഫൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടായിന്, നല്ല അടിപൊളിയായിട്ട്. നമ്മൾ തന്നെ അറുക്കുമ്പം അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, നല്ല ഫ്രഷ് ആകുമ്പോൾ. അങ്ങനെ ഇതാ ഞാൻ ആദ്യമായി പോത്തുംകാല് കഴിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മാഷാല്ലാ. പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ മജ്ജൊക്കെ ഇട്ടിട്ട് അതൊക്കെ തിന്നുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് കുലുക്കിയിട്ടും കുത്തിയിട്ടും പൊട്ടിച്ചിട്ടും മജ്ജയും ഗജ്ജയും എല്ലാം തിന്ന് റാഹത്തായിട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബായ്.